ഒഡീഷയിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളിലും പെൺകുട്ടികളുടെ ആദ്യ ആർത്തവ കാലമെത്തിയാൽ അതിനെ ഋതുമതി കല്യാണം എന്നവർ വിളിച്ചിരുന്നു. കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും എല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ട് പെൺകുട്ടിയുടെ ജീവിതത്തിൽ ആദ്യം നടക്കുന്ന കല്യാണമായിരിക്കും ഋതുമതി കല്യാണം. ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളെ സ്വീകരിക്കുന്നത് മാംസാഹാരം കൊടുത്തു വേണം എന്നവർ വിശ്വസിച്ചിരുന്നു. ചടങ്ങിനെത്തുന്ന ആളുകൾ പെൺകുട്ടിക്ക് സമ്മാനങ്ങളോ പണമായിട്ടോ കൊടുക്കേണ്ടതുണ്ട്. ചടങ്ങ് കഴിഞ്ഞ 7 ദിവസം ഈ പെൺകുട്ടിയെ മാറ്റി താമസിപ്പിക്കാറുണ്ട്. 7 ദിവസം ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മാറ്റിക്കൊണ്ട് ഒറ്റ മുറിയിൽ ഒറ്റയ്ക്കിരിക്കലാണ് പതിവ്. ഋതുമതി എത്തുന്ന പെൺകുട്ടികളെ അതേ ദിവസം തന്നെ കല്യാണമുറപ്പിക്കുന്ന ചടങ്ങുകൾ കൂടി മുമ്പ് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടിയെ ഇനി പഠനത്തിനായി പുറത്തേക്ക് അയക്കുന്നുള്ളതായിരുന്നു മറുപടി. നമ്മുടെ ഇന്ത്യയൊക്കെ ഗ്രാമങ്ങളിൽ പോലും എത്രയോ മാറി തുടങ്ങി എന്നുള്ളതായിരുന്നു. ഓരോ സമുദായത്തിൻ്റെയും ഓരോ കമ്മ്യൂണിറ്റിയുടെയും സാമ്പത്തിക നിലവാരം അനുസരിച്ച് ഇത്തരം ചടങ്ങുകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. ചില ആളുകൾ ഭർത്താവില്ലാത്ത ആദ്യ കല്യാണം എന്നും പറയാറുണ്ട്. ലെഫ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെതാണ്. ഗുരുപ്രിയ സേതു, ഗുരുപ്രിയ പാലം. ആർമിക്കാരാണല്ലോ അല്ലേ? എന്താ രസം. അടുക്കാതൊന്ന് ഫോട്ടോ എടുക്കട്ടെ ഞാൻ. ബോർഡർ ആവില്ല. ഈ നെക്സലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും BSF നേരിട്ടാണ്ട് ബോർഡർ കൈകാര്യം ചെയ്യണേ. അല്ലാതെ ഇവിടെ ബോർഡറൊന്നും വരില്ലല്ലോ. നിർത്താനേ स्टंट मत करना, जो हो जाएगा ना हमारे ऊपर आ जाएगा. आप चलो फिरो, कोई दिक्कत नहीं है. 10 चक्कर मारो, लेकिन स्टंट मत करना. स्टंट नहीं है, हम तो घूमने के लिए आया. अरे वो तो आप लोगों के लिए रिलैक्सिंग है, हमारे लिए तो स्टंट ही है. स्टंट कुछ नहीं. क्या पता रिलैक्सिंग हो रहे हो आप. रिलैक्शन हो उधर जाके. अच्छा अच्छा. हमारे लिए तो स्टंट ही है ना. स्टंट नहीं किया. जस्ट स्टैंड अप ओनली. कहाँ से आए हो आप लोग? केरला. केरला से नेपाल जा रहे. चल ठीक है, बढ़िया से जाओ. अच्छा. लेकिन स्टंट भी मत करना. केरला से नेपाल तो बहुत दूर है. हाँ बहुत दूर है, घूमता है इंडिया पूरा. अकेला जा रहे हो? हाँ. उड़ीसा में नेपाल से फिर हाँ जी. ചേച്ചി ആ നീച്ച് നിന്നിനിയോ? അതാ ഒരു സ്റ്റണ്ട് വിചാരിച്ചേ. എന്താണ് ജാൻബായി. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പട്ടണങ്ങളുണ്ട്, കവലകളൊക്കെ ആയിട്ടും അങ്ങാടിയൊക്കെ ആയിട്ടുണ്ട്. സംഭവം എല്ലാം അവൈലബിൾ ആണ്. പഴയതെന്ന് ഇങ്ങോട്ട് പോകുന്നു ചെയ്ത് പുതിയ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ള ഒരു അതിൻ്റെ മിഡിലാണ്. പാടാന്നായി നാടിൻ്റെ പേര്. പാടാ വലിയ പാടം. വണ്ടിയിൽ വെച്ച് വലത്തെ ഭാഗത്തേക്ക് നോക്ക്. ഒക്കെ പോട്ടെ, റോഡ് നോക്കിയാ ചെയ്. അടിപൊളി റോഡെല്ലാം ഉണ്ടാക്കിയെടുത്ത്. ഏതോ നാട്ടിലെത്തി. ആ മലൻ്റെ മേലെത്തണം. ഇതിൽ കൂടെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോകല. നടക്കല്ല, വണ്ടി ബൈക്ക് പോവും. ഭായ് ഗാഡി ജായക ഉദർ പോവുമല്ലോ. വണ്ടി പോകത്തൊക്കെ നമ്മളുണ്ട്. കുട്ടികൾക്ക് ആ സ്റ്റിങ്ങും ഫാൻ്റെയൊക്കെ കൊടുക്കണം വലിയ അതിർപ്പത്തിൽ. പക്ഷെ ഇവിടെ വയസ്സായ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ഇതൊന്നും കുടിച്ചാണ്ടാവണ്ട, തിന്നാൻ പറ്റില്ല, മന്തി നാട്ടിൽ പറഞ്ഞാൽ നമ്മൾ ഒരു 40-50 ആകുമ്പോൾ ബിഗാണ്. ആക്കെ കുടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് തന്നെ. ഇതൊക്കെ ചേച്ചി കൊടുത്ത് BJP ഇവിടെ ഇലക്ഷന് കെട്ടിയ കൊടി എന്തോ ആണ്, അത് എടുത്ത് കൊടുത്തൊക്കെ വന്നിട്ടുണ്ട്.
അത് വേറൊരു വിഭാഗമാണ്. പോയോക്കോ ബോഡി സ്ഥലം. ഓ വേറെ മാതിരി ആംബുലൻസ് ഉണ്ടല്ലോ. റോഡിന്റെ തലക്കാരോ തിന്നണ്. ഇതെന്തടാ രഥോ? आईकूड़ा हुआ भैया. और लच्चा पानी व्यू पॉइंट किधर है? लच्चा पानी गाँव है ना, व्यू पॉइंट यहाँ से? हम तो बाहर के हैं, आगे नहीं. अच्छा, हम तो राजस्थान वाले हैं, पर जा रहे हैं जुलाम जा रहे हैं. जुलाम ऊपर जुलाम का बने അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയേക്കാം നമ്മൾ. ഒരു ക്ലാസ്സുള്ള ലോറി അവിടെ മെയിൻ. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ വെള്ളം കൊണ്ടുണ്ട്. ഇവിടെ എന്താ കല്യാണോ? കല്യാണ പരിപാടിയോ? അവിടെ കല്യാണ പരിപാടിയൊക്കെ എത്തി നമ്മള്. മേസ്ലേ വന്ന് കല്യാണാണ്. भैया वो लच्छा पानी व्यू पॉइंट किधर है? इधर ही जगह ऊपर. अच्छा इधर तो ऊपर तक जा सकते. ये क्या हुआ? मैरिज है? शादी है? शादी बोनशो बोती मतलब शादी? ആ മെച്ചൂരിറ്റി, അതായത് കുട്ടികൾക്ക് പ്രായം തേങ്ങണ പരിപാടിയില്ലേ? ആ ഹോ ഗയാ ഖത്തം ഹോ ഗയാ. അച്ഛാ ഇവിടെ നിന്നാലും ഇത് കാണാം എന്താ പോലെ സിസ്റ്റം ആചാരങ്ങളൊക്കെ. ദേഖ് സക്തേ ഇധർ, ये देख सकते हैं. കണ്ടോന്ന് ഒന്നും പ്രശ്നമില്ല. തെരുവ് മൊത്തം നമ്മളെ വളഞ്ഞല്ലോ. आपका बाल अच्छा है. ഫോട്ടോ എടുക്കൽ പരിപാടിയാ? शादी का है ना, शादी नहीं है फंक्शन का रखता है ना, इसलिए थोड़ा किधर का आदमी भी आता है, थोड़ा खाना खा के जाओ बोले ऐसे बोलता है. लेकिन ऐसे नहीं है, मछली होता है, चिकन होता है. ऐसा वाला फंक्शन में बस मछली बनाते हैं? हाँ मछली चिकन होता है. चिकन भी होता है और नॉन वेज आता है? हाँ नॉन वेज आता है. हम जाके आएगा
നോർത്ത് ഭാഗത്തൊക്കെ കുട്ടികൾക്ക് പ്രായമായ വലിയ പരിപാടിക്ക് വയ്ക്കുക. മഞ്ഞളൊക്കെ ഫുള്ള് തേച്ചിട്ട് പിന്നെ പല കല്യാണം മാറി, അതായത് മഞ്ഞളൊക്കെ ഫുള്ള് തേച്ചിട്ട് പിന്നെ അമ്മായികളൊക്കെ വന്നിട്ട് തേക്കും എല്ലാവരും വരും. അങ്ങനെയൊക്കെയുള്ള സ്വർണ്ണം ഇടുക അറിയില്ല, അങ്ങനത്തെ വലിയ പരിപാടിയാണ്. എന്തായാലും ഈ കയറ്റത്തിനൊരു അന്ത്യം ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ മേലൊരു വില്ലേജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാ റോഡ് പോണ വില്ലേജ് തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലത്തെ വില്ലേജ് പക്ക റിമോട്ടായിരിക്കും. ഐസൊലേറ്റഡ് വില്ലേജുകൾ വളച്ചിട്ട് തീരില്ലല്ലോ. പിന്നെ മേലുണ്ടെത്തലും BSF-ന്റെ വെടിയുള്ളിലും ഒപ്പരാവും. മുന്നേക്ക് പോകും തോറും ആകാംക്ഷ കൂടുണ്ടെങ്കിൽ, മുന്നോട്ട് പോകും തോറും ആകാംക്ഷ കൂടുണ്ടോന്ന്. ഇതുകൊണ്ടേ ഡ്രോണൊക്കെ വർത്തിക്ക് വ്യൂ എടുത്ത മാതിരി. ഇതിന്റെ മേലെ വില്ലേജ് അടുക്ക്. പിന്നെ മേലെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ ചെറിയ ഹൈറ്റിൽ, ആൾട്ടിറ്റ്യൂഡിൽ. എല്ലാവരും നോക്കുന്നുണ്ട് ഏതാ ഈ കൗമ് വിചാരിച്ചിട്ട്. എൻ്റെ അവസാനത്തെ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. അവസാനം ഒന്ന് കാണുക അതിൻ്റെ എവിടേക്കൊക്കെ അവിടെ പോണേ. ക്ലൈമറ്റ് തന്നെ മാറി നോക്കിയാ തണുക്കണ്. അത് മേൽക്കാണല്ലോ ആ വഴി, അങ്ങോട്ട് വിട്, അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം. ആ മരം നിൽക്കുന്ന ഒറ്റക്ക്, ആ മരം മാത്രം ലെഫ്റ്റിൽ. കടലല്ലേ, കടൽ തന്നെയാണ്, പക്ഷെ വിളയിപ്പിച്ചിനും മുളപ്പിച്ച കടലല്ലടത്. ये क्या है? ये क्या? ओह, ये क्या है? नहीं, इसका नाम क्या है इसका? इसका है? इसका नाम क्या है? नेम കൈപ്പാട്ടയിലോ ഈ വേഗം കൈപ്പാട്ടിന് തന്നെ ഇങ്ങനെ കിട്ടണോണ്ട. പക്ഷെ ഈ ചളി വെള്ളത്തിൽ അതുകൊണ്ട് കേൾക്കണത്. ഇതാ ഈ ചെമ്പ് പറിച്ചത് സ്കൂളിലെ കടലൊക്കെ പൊങ്ങി കൊടുത്ത മാതിരി. ഇത് നീ കാനൊക്കെ തുമ്കാവോ തുമ്കാവോ കായനേ തിന്നണല്ല.
എന്ത് സാധനമാണാവോ? ഔഫ്, വലിയൊരു കുടുക്ക, പിന്നൊരു കുടുക്ക, കഞ്ഞി പാത്രം, അതിൻ്റെ മേലെ തള്ളക്കയിലും പിന്നൊരു കയ്യിലും ചീഞ്ചട്ടിയുണ്ട്. അതെങ്ങനെയൊക്കെ നിർത്തണ വീകാതെ? അതിൽ അടിയിലത്തിലും മേലത്തിലൊക്കെ വെള്ളമാണ്. ആ വിധത്തെ കാലി ചെമ്പുണ്ട് പോവാ, കൈയുണ്ടോ അതിൽ വെള്ളം അങ്ങനെ ആടി വീകണിട്ടില്ല ചീ. പാത്രം പോറുന്ന സെക്ഷൻ അവിടെ, ധാന്യങ്ങൾ ഇവിടെ, തിരുമ്പലവിടെ, കുളിയുണ്ട് അവിടെ. ഇതവിടെ അവിടെ തന്നെ ഇപ്പോൾ കുളിച്ചുകൊണ്ട് നിൽക്കണ കുട്ടികളൊക്കെ. അടുത്ത ടീം അതാ തിരുമ്പാൻ ടീം വരുന്നേ. ബലത്ത് ചെറാവും ഇവിടെ, ചെറയ്ക്ക് തിരുമ്പാൻ പോവാ പറഞ്ഞാണ്ടേ ആ പോരനാവും. ആ ടാങ്കാണ് കാണിച്ചരാ. ഇത് നല്ല വെള്ളാട്ടതില്. ये टैंक में कहाँ से पानी आता है? ये पानी कहाँ से आता है? ऊपर से? नहीं, ये पानी कहाँ से आता है? उधर से? पीने के लिए पानी है. पीने वाला पानी है? पीने वाला है? ഇത് കുടിക്കുന്ന വെള്ളമാണ് ഇതില്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ ഇതിന് ആ ബഹുമാനപ്പെട്ട ഫായിസ് അവർകൾ മുട്ടായി വിതരണം ചെയ്യുന്നുണ്ട്. ചീരിനെയാണ് പറഞ്ഞ് കൊടുത്താളാ, നമ്മൾ ട്രിപ്പിന്റെ ചീരിനെയാണ് പറഞ്ഞാളാ. എല്ലാവരും ഓരോരോ മുട്ടായി തൊള്ളിട്ട് പണിയെടുത്തോളി. ഇനി എത്ര വെച്ചിട്ട് ഇങ്ങനെ. അപ്പം ഇനി ഇതിൻ്റെ പേരും കൂടി കണ്ടുപിടിക്കണം. അത് ഒക്കെപ്പാട് അവിടെ ഒഴിച്ച ചിന്തി പോകൂലേ? ഓളും ഷുഗറാ മുട്ടായി നൂല. ആ ദീദി പറഞ്ഞാൽ ഇവിടെ തേറിയൊന്നല്ലേക്കും. എത്ര അടി? ആ വേറെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഹെൽത്ത് നാൾ തന്നതാ. ആ നിരത്തി പോളിയോ കൊടുക്കാണ്. ഇവിടെ ഇറ്റിക്കുന്ന മൂക്കിലോ ഇറ്റിച്ചോല മാറ്റി നിർത്തുക. അയ്യോ അജാൻ അറബിയാണോ പറയും ഇവിടുത്തെ ഭാഷ? പോളിയോ ആ കുട്ടികൾ തർത്തീവാക്കി നിർത്തുകയാണ്. വലുപ്പമുള്ളതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട്. ഇത് ഹെൽത്ത് സെന്റർ ആണോ? ये हेल्थ सेंटर है? हेल्थ सेंटर? हाँ, आदमी हेल्थ सेंटर से आया. നന്ന സ്പൂണിന് സാധനമൊക്കെ ഉണ്ട്. അതിനുണ്ട് പോളിയോ. വില്ലേജാണ് ഏറ്റവും അടിപൊളി. पानी नहीं आया? पानी नहीं? ആ പാനി ഉണ്ട്. പാനിക്ക് ഇവിടെ വരിക്കാണ്. ആ പാനി ഉണ്ട്, പാനിക്ക് വരിക്കാണ് ഇവിടെ. അച്ഛാ പാനി പീനേക്കാ है? पीने वाला है? पीने नहीं? ഇല്ല എന്നൊക്കെ പറയണ്ടോ ലീ? ആ ഇത് 3 എണ്ണം ഇട്ടിരിക്കുക. 3 എണ്ണം. इसका नाम क्या है? മൂപ്പത്തി. ये ऊर का मूपति. सीनियर. ये सीनियर ये പോയി പെരയാണിത്. അങ്ങാടിയിൽ തന്നെയാണ് വീട് എന്ന് പറയാലോ. ഇത് മനുഷ്യന്മാരുടെ പെരയാണോ അല്ലെങ്കിൽ ആടുകളോ എന്തെങ്കിലും ഇടുന്നാണോ?
അവിടെ അത്ര മുട്ടായില്ല കേട്ടോ. हाँ ये लड़की लोग क्या डालता है इधर? लड़की लोग ये रिंग है ना, रिंग इसको क्या बोलता है? बहुत बुढ़ी आएगा तो ये डालेगा। अच्छा, वो शादी कितना उम्र में करेगा? इधर इधर लड़की लोग देखना तो थोड़ा एक साइड में पिनेगा, शादी हो जाएगा तो एक साइड में डालेगा, फिर बुढ़ा हो जाएगा तो बुढ़ा का तो पिनेगा दो साइड में और तीन इधर भी। अच्छा, बहुत छोटी लड़की नहीं डालेगा। नहीं छोटे लेकिन कितना साल में शादी करेगा? साल में तो 18 18 16 17 അതായത് 16 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കും കുട്ടികൾ. ആ, പെൺകുട്ടികളെ കല്യാണം കഴിക്കും. और लड़का लोग कितना साल कौन सा एज में शादी करेगा? तेलुगु नहीं, वो लड़की लोग ये वाला, ये कितना साल में शादी करेगा? उम्र एज 20. अच्छा, 20 വയസ്സാകുമ്പോൾ ചെക്കന്മാരും 16 വയസ്സാകുമ്പോൾ പെൺകുട്ടികളും കല്യാണം കഴിക്കും. अच्छा, पाइप ये कहाँ से रहती है? पाइप പേരൊക്കെ നോക്കിയാ നമ്മളവിടെ കണ്ട വേറെ സിസ്റ്റം അല്ലേ, ഇവിടെ വേറെ സിസ്റ്റം. ഇവിടെ മുള ശുനകുണ്ട്, ഇവിടെ മുളമ കൂടെ മണ്ണ് മാത്രം, ചാണകം മിക്സ് ഇല്ല. അവിടെ ചാണകവും മണലും കൂടി മിക്സ് ആക്കിയാണ്ട് ചൂടുകാലാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തണുപ്പായിരിക്കും. അമ്മച്ചി ഒന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഏ സോന, ഇസ്കോ പോലത്തെ സോന, സോന സ്വർണ്ണ എന്നാണ്, ഗോൾഡ്. സുന എന്നാ പറയാ, സുന. ആ അതെ, അപ്പൊ നമ്മൾ അവിടെ പറയില്ലേ സുന എന്നൊക്കെ, അത് ഇവിടുന്ന് നന്നാവും സുന. अच्छा सुंदर बनाया, मत्तन वल्ली उधर से जाता है. ओह यार इतना सुंदर से बनाया. एडट 3 मिनट है. ये वादिल थोड़ा सा ओपन करेगा तो जा सकते हैं. ये इसका कुट्टी है. ओह ഇതൊക്കെ വേറെ സിസ്റ്റം ലോക്കൊക്കെ ഇതിന് ഇങ്ങനെ ആക്കിയാണ്ട്. ആ വായ് ആവോ, കുട്ടികൾക്കൊക്കെ ഇവിടെ ഉള്ള കുട്ടികൾക്ക് വേണം മുട്ടായി കൊടുത്തോണ്ടി. अच्छा, ये शू निकलना पड़ेगा? हाँ, ये चप्पल निकलना पड़ेगा, चप्पल. ഫായിസേ, ഓ എന്തൊരു രസടാ, ചിത്രത്തിലൊക്കെ ഉള്ള മാരത്തെ വീട്. എന്തൊരു വൃത്തി നോക്കിയതിന്. ഇന്നിവിടെ കടന്നുറങ്ങട്ട് വെച്ച് നോക്കാം. എല്ലാ വീട്ടിലും ടൈലർ മെഷീൻ മാത്രമല്ല, എല്ലാ വീടിന്റെ അടുത്ത ഭാഗത്ത് ഇതേമാതിരി തയ്യൽ മെഷീനാണ്. ഇവലെ ഒരു മെയിൻ പരിപാടിയാണ് തോന്നുന്നു, മെയിൻ പരിപാടി. പക്ഷെ എല്ലാ വീട്ടിലും തയ്യൽ മെഷീൻ ഉണ്ടായ വരുമാന മാർഗം. ഞാൻ ഇവിടെ കുറച്ച് ഇരിക്കട്ടെ. പീസ്ഫുൾ. അപ്പൊ ഇനി ചെതലിന് കയറണ്ട, ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിന്. ഇത് വേറെ വയ്യ, അതിലങ്ങോട്ട് വരാൻ വയ്യാവും അല്ലേ? അയലക്കത്തേക്ക് പോണ ഇതിലാണ്. സ്വർഗം ഉണ്ടാക്കി വെച്ചിന് ഇതില്. ഇത് ഗൃഹനാഥന്റെ കട്ടിലായിരിക്കും, ഗ്രാമത്തിലെ അല്ല വീട്ടിലെ മുതിർന്ന ആള്. ആ രജായി ഒക്കെ അതാ പുതപ്പേ, കമ്പിളി. ഒന്നാമത് മഴ പെയ്യാത്ത ഇപ്പൊ നല്ലതായി. ഇവർക്ക് ഇത്രമാത്രം മോള എവിടുന്നാ കിട്ടണേ? ഏ ബാമ്പു കഹാ സാത്ത് ഹൈ? ബാമ്പു ഉദർ. ഇവലെല്ലാ സാധനം മോളയും കൊണ്ടാണ്. ഇപ്പൊ പെട്ടെന്നൊരു കുറച്ചില് കൂടി മോനെ, എന്നെ വളഞ്ഞീന്.
നായി പട്ടി നായി ഇവല അങ്ങനെ തെർത്തീപ് അനുസരിച്ച് നിൽക്കുള്ളൂ. ഇവിടുത്തെ പൈസക്കാരൻ വരുന്നേ. അതിൻ്റെ അപ്പുറമുള്ള കള്ളി മുളിച്ചിട്ട് ഇതൊരു പാമ്പ് മാതിരി പോയിന് മേലേക്ക്. ഇങ്ങോട്ട് അതിൻ്റെ കളി നിന്നില്ല. പിന്നെ വളയുള്ള പരിപാടി തന്നെ മേലിന്. ഇതൊക്കെ ഏതാ ചെടിയാവോ? അതൊക്കെ സെറ്റപ്പ്. എത്ര പൈക്കള്, എത്ര മെച്ചുണ്ടപ്പോൾ ഇതൊക്കെ.